ഹോർമുസിൽ നിന്ന് ഏറ്റവും സുരക്ഷിതമായി പുറത്തേക്ക് കടക്കുന്നത് ഇന്ത്യൻ കപ്പലുകൾ മാത്രമാണ്. അത് ആക്രമിക്കപ്പെട്ടാൽ ഇന്ത്യ അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെ സമ്മർദ്ദം ചെലുത്തുമെന്ന IRGC കണക്കുകൂട്ടലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു. നിങ്ങളാണ് പോകാൻ അനുമതി തന്നത്, ഇപ്പോൾ വെടിവെക്കുന്നു. ഹോർമുസിൽ കടലിടുക്കിൽ വെച്ച് ഇറാൻ സൈന്യം ആക്രമിച്ച ഇന്ത്യൻ എണ്ണക്കപ്പലിൽ നിന്നുള്ള ശബ്ദ സന്ദേശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഹോർമുസിലൂടെ പോകാൻ അനുമതി തന്ന ശേഷം വെടിവെക്കുന്നത് എന്തിനാണ് എന്ന് കപ്പലിലെ ജീവനക്കാരൻ ഇറാൻ നാവികസേനയോട് ചോദിക്കുന്നതാണ് സന്ദേശത്തിൽ ഉള്ളത്. ജഗ് അർണവ്, സൻമർ, ഹെറാൾഡ് എന്നീ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ നാവികസേന കഴിഞ്ഞ ദിവസം വെടിയുതിർത്തത്. ഇതിൽ സൻമർ, ഹെറാൾഡിൽ നിന്നുള്ള സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത്. സെപ നേവി, ഇത് മോട്ടോർ ടാങ്കർ സൻമർ ഹെറാൾഡ് ആണ്. നിങ്ങളാണ് പോകാനുള്ള അനുമതി തന്നത്. എൻ്റെ പേര് പട്ടികയിൽ രണ്ടാമതുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ വെടിവെക്കുന്നു. എന്നെ തിരിച്ചു പോകാൻ സമ്മതിക്കൂ എന്ന് കപ്പൽ ജീവനക്കാരൻ പറയുന്നതാണ് സന്ദേശത്തിലുള്ളത്. എല്ലാ കപ്പലുകളും ആക്രമിക്കും എന്ന് ഇതിന് മറുപടിയായിട്ട് ഇറാൻ നേവി പറഞ്ഞു എന്നുള്ള തരത്തിൽ ചില വിശദീകരണങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ശബ്ദ സന്ദേശങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇന്ത്യൻ കപ്പലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. IRGC നീക്കം പക്ഷേ കൈവിട്ടു പോയിരിക്കുകയാണ്. കപ്പലിൽ ഇന്ത്യൻ പൗരന്മാരുണ്ട്. അവർക്ക് അപകടമുണ്ടായാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന നിലപാടിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇറാനുമായി മികച്ച നയതന്ത്ര ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. ജയശങ്കർ എതിർപ്പ് പ്രകടിപ്പിച്ചത് ഇറാനെ ഇപ്പോൾ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പാക് മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇറാന് വലിയ വിശ്വാസമൊന്നുമില്ല. യുദ്ധം കൈവിട്ടു പോയാൽ ഇന്ത്യൻ ഇടപെടൽ ആവശ്യമായി വരും, അതായത് സമാധാന ചർച്ചകൾക്ക് വേണ്ടി. ഇന്ത്യയെ പിണക്കിയാൽ പണി പാളുമെന്ന ഭയമാണ് ഇറാൻ ഭരണകൂടത്തിനുള്ളത്. മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിൽ ചില സാമ്പത്തിക കരാറുകളൊക്കെയുണ്ട്. നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണാൽ ഇരു രാജ്യങ്ങൾക്കും ഇത് പ്രതിസന്ധിയാണ്. സംഭവം നടന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാൻ മന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി സംസാരിച്ചിരുന്നു. കടുത്ത ഭാഷയിൽ അദ്ദേഹം ഇറാനെ വിമർശിച്ചു. എപ്പോഴും മയപ്പെട്ട് സംസാരിക്കുന്ന ആളാണെങ്കിലും ജയശങ്കർ ഇറാനെ വിറപ്പിച്ചു എന്ന് വേണം പറയാൻ. ഹോർമുസിലും ഇറാൻ തുറമുഖത്തുമായി ഇന്ത്യയുടെ നിരവധി കപ്പലുകളാണ് അകപ്പെട്ട് കിടക്കുന്നത്. ഇതിലെല്ലാം ഇന്ത്യൻ പൗരന്മാരുണ്ട്. അവരെ സുരക്ഷിതരായി തിരികെ എത്തിക്കുന്നതിന് വഴി ആലോചിക്കുകയാണ് ഇന്ത്യ. അതിനിടയിൽ നടന്ന ഈ ആക്രമണം ജയശങ്കറിനെ ചൊടിപ്പിച്ചത്. കാരണം ഈ ഇന്ത്യൻ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന പൗരന്മാരുടെ കുടുംബാംഗങ്ങൾ വലിയ ആശങ്കയിലാണ്. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കണം എന്നുള്ള ഒരു ആവശ്യം, സമ്മർദ്ദം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നേരെ പല കുടുംബങ്ങളും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇതിനിടയിൽ അവരെ സുരക്ഷിതമാക്കാനുള്ള എല്ലാ നീക്കങ്ങളും വിദേശകാര്യ മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പൊടുന്നനെ ഒരു ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ കൈവിട്ടു പോകാതെ കരുതലോടെ മുന്നോട്ട് നീങ്ങാനാണ് ജയശങ്കറിന് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. കാരണം ജയശങ്കർ ആളത്ര ചില്ലറക്കാരനല്ല. അങ്ങ് വൈറ്റ് ഹൗസിൽ ചെന്നാലും ട്രംപിനെ കൂസാത്ത ആളാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് നേരെ താരിഫ് യുദ്ധവും കൊണ്ടുവന്ന ട്രംപിനെ കണക്കിന് മറുപടി കൊടുത്ത് അടിച്ചിരുത്തിയ ആളാണ്. ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ചതെന്ന് ഇന്ത്യയെ അപമാനിച്ചുകൊണ്ട് ട്രംപ് സംസാരിച്ചപ്പോൾ, അങ്ങനെ ഇന്ത്യ പാക് വിഷയത്തിൽ മൂന്നാമതൊരു രാജ്യത്തിന്റെ ഇടപെടൽ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നും ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിടരുതെന്നും ട്രംപിന്റെ പിരിവെട്ടിച്ച മുതലാണ്. എല്ലാ രാജ്യങ്ങളോടും മികച്ച നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കും. അത് രാജ്യത്തിന്റെ സംസ്കാരവും മറ്റൊരു രാജ്യത്തിന് നമ്മൾ കൊടുക്കുന്ന ബഹുമാനവുമാണ്. എന്നാൽ ചെറിയാൻ വന്നാൽ അതേ നാണയത്തിൽ തിരിച്ചും കൊടുക്കും. ആ പേടി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നത്. ഇസ്രയേലും അമേരിക്കയും സംയുക്ത ആക്രമണം ഇറാനിലേക്ക് തുടങ്ങിയപ്പോൾ മുതൽ ആ മേഖലയിൽ ജയശങ്കറിന്റെ എല്ലാ ശ്രദ്ധയുമുണ്ട്. ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതരാക്കാനുള്ള എല്ലാ വഴിയും അദ്ദേഹം തേടുന്നുണ്ട്. ഹോർമുസ് കടന്ന് ഇന്ത്യൻ പതാക കപ്പലുകൾ വരിവരിയായി പുറത്തേക്ക് എത്തുന്നതിൽ ജയശങ്കറിന്റെ വലിയ കഠിനാധ്വാനമുണ്ട്. ജയശങ്കർ സ്വരം കടുപ്പിച്ചതോടെ ഇറാൻ ഇപ്പോൾ അനുനയ നീക്കത്തിന് പരക്കം പായുന്നു. 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ IRGC നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് ഇന്ത്യയിലെ ഇറാന്റെ അംബാസഡർ ഡോക്ടർ അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹി പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ത്യയും ഇറാനുമായുള്ള ബന്ധം അതിശക്തമാണ്. നിങ്ങൾ പരാമർശിച്ച സംഭവത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അത് ശരിയാകുമെന്നും പരിഹരിക്കപ്പെടുമെന്നുമാണ് ഞങ്ങൾ കരുതുന്നത്. ഇതായിരുന്നു വാർത്താ ഏജൻസിയായ ANIയോടുള്ള പ്രതികരണത്തിൽ ഇറാൻ അംബാസഡർ പറഞ്ഞത്. മേഖലയിൽ ഇനി സംഘർഷം ഉണ്ടാകാതിരിക്കാനും സമാധാനം നിലനിർത്താനുമാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്നും ഇലാഹി പറഞ്ഞു.
ഞങ്ങൾ ഈ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് സമാധാനമാണ് വേണ്ടത്. മറുപക്ഷത്തുള്ളവരും സമാധാനം പിന്തുടരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുവഴി പ്രദേശത്ത് സമാധാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇലാഹി കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലേക്ക് അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവുമായി വരികയായിരുന്ന 14 കപ്പലുകളുടെ വ്യൂഹത്തിൽപ്പെട്ട 2 കപ്പലുകൾക്ക് നേരെയാണ് IRGC വെടിയുതിർത്തത്. 2 ഗൺ ബോട്ടുകളിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ വെടിവെപ്പുണ്ടായതോടെ 13 കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലെ വിവിധ ഇടങ്ങളിലേക്ക് തിരിച്ചുപോയി. എന്നാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന് വേണ്ടിയുള്ള അസംസ്കൃത എണ്ണയുമായി എത്തിയ ഇന്ത്യൻ പതാകയുള്ള കപ്പലിന് ഹോർമുസ് കടക്കാൻ സാധിച്ചു എന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 2 ഗൺബോട്ടുകളാണ് എണ്ണക്കപ്പലിന് നേരെ വെടിയുതിർത്തത്. ഈ സമയം കപ്പൽ ഒമാന് 37 കിലോമീറ്റർ വടക്ക് കിഴക്കായിരുന്നു. മറ്റൊരു കപ്പലിന് മിസൈലും ഏറ്റിട്ടുണ്ട്. പക്ഷേ കാര്യമായ കേടുപാടുകളില്ല. 14 കപ്പലുകളിൽ 7 എണ്ണത്തിൽ ഇന്ത്യൻ പതാകയുണ്ടായിരുന്നു. പശ്ചിമേഷ്യൻ കടൽ തീരങ്ങളിൽ യുദ്ധഭീതിയുടെ കരിനിഴൽ പടരുമ്പോഴും ആഴക്കടലിലെ തിരമാലകളെയും ശത്രുവിന്റെ വെടിയുണ്ടകളെയും തോൽപ്പിച്ച് ഒരു രാജകീയ വരവ് അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ശക്തമായ കാറ്റിലും ത്രിവർണ്ണ പതാക വാനോളം ഉയർത്തി അഭിമാനത്തിന്റെ പ്രഭാവലയം തീർത്തുകൊണ്ടാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശ് ഗരിമ ഹോർമുസ് കടലിടുക്ക് മറികടന്നെത്തിയത്. ഭയാനകമായ രീതിയിൽ ഇറാനിയൻ ഗൺബോട്ടുകൾ തങ്ങൾക്ക് നേരെ വെടിയുതിർത്തിട്ടും പതറാതെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കുതിച്ച ഇന്ത്യൻ കപ്പലിന്റെ യാത്ര ലോകത്തിന് തന്നെ ഇപ്പോൾ അത്ഭുതമായി മാറുന്നു.